അമ്പായത്തോട് പാൽച്ചുരം റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ വൻതോതിൽ അറവ് മാലിന്യം തള്ളിനിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ കൊട്ടിയൂർ പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതർ പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും മാലിന്യം കണ്ടെത്താനാകാതെ മടങ്ങുകയായിരുന്നു. തുടർന്ന് പ്രദേശവാസികൾ തന്നെ നടത്തിയ തിരച്ചിലാണ് റബ്ബർ തോട്ടത്തിൽ തള്ളിയ മാലിന്യശേഖരം കണ്ടെത്തിയത്. അറവ് മാലിന്യം തള്ളിയിരിക്കുന്ന ടാങ്ക് പൊട്ടിയൊലിച്ച് സമീപത്തെ തോട്ടിലേക്ക് ഒഴുകിയെത്തുന്ന നിലയിലാണ്. പ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനാൽ മാലിന്യം വൻതോതിലൊഴുകി സമീപത്തെ കുടിവെള്ള സ്രോതസ്സുകളിൽ കലരുന്നത് കടുത്ത ആരോഗ്യ ഭീഷണിയാണ് ഉയർത്തുന്നത്. രൂക്ഷമായ ദുർഗന്ധം കാരണം വീടുകളിൽ പോലും കഴിയാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാണ്. ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഏകദേശം ഈ കാലം മാത്രമാണ് കുറച്ച് കുറവ് വന്നിരിക്കുന്നത്. 2 വർഷമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. 2 വർഷം മുമ്പും ഞാനിവിടെ പല ആൾക്കാരോടും പറഞ്ഞപ്പോൾ ഇത് ആൾക്കാർക്ക് അറിയില്ല. അതിനുശേഷം അടുത്ത നാളിലാണ് ഇവിടെയുള്ള പരിസരവാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഈ സംഭവങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും ഇവിടെയുള്ള സ്ത്രീകളും കുട്ടികളും ഇവർക്കൊക്കെ ഇത് മനസ്സിലാവുന്നുണ്ട്. അവരെല്ലാം ഒരുമിച്ച് സംയുക്തമായിട്ട് ഇത് നോക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളിന്ന് ഈ പഞ്ചായത്തിലെ ആൾക്കാർ നോക്കിയതിന് ശേഷം ഇത് കണ്ടുപിടിച്ചു. ഈ സംഭവം ആരോടും പ്രതികാരമില്ല. ഈ സാധനം അടിയന്തരമായിട്ട് സർക്കാരിൻ്റെ ഇതിലേക്ക് വരണം. അതിനുശേഷം ഞങ്ങൾക്ക് സമാധാനമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങണം. ഇന്നലെ ഞാൻ പണിയും കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചിരുന്നു, ഇതെന്താണ് ഒരു മണം. അപ്പം ചേട്ടാ അത് കുറേ സമയമായി മണം. ഞാനത് മൈൻഡ് ചെയ്യാതെ നിന്നു. ഇന്ന് രാവിലെ എൻ്റെ തൊട്ടുകാരനായ ബിജു മുണ്ടക്കലെ ജോഷി എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു മണം ഇന്നലെ അനുഭവപ്പെട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു മണം അനുഭവപ്പെട്ട് എന്താണ്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ അത് തിരിയുന്നില്ല. അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയി. ഇന്ന് അവർ രീതിയിൽ സ്കോഡ് വർക്ക് പോലെ അത് കണ്ടുപിടിച്ചു. അത് ഒരു സഹിക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണ്. അത് പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന്. വിഷയത്തിൽ അടുത്ത ദിവസം തന്നെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് നേരിട്ടെത്തി പരിശോധന നടത്തുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും വാർഡ് മെമ്പർ ബിനു പടിയാനിക്കലും അറിയിച്ചു. അമ്പായത്തോട് ടൗണിൽ നിന്ന് ഒരു 500 മീറ്റർ മാറി കുറേ ദിവസങ്ങളായിട്ട് ഏതോ ഭാഗത്ത് നിന്ന് ദുർഗന്ധം വരുന്നതായിട്ട് ഒരു പരാതി വന്നു. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു 4-5 മാസങ്ങൾക്ക് മുന്നേ ഒരു വ്യക്തി അത് പറഞ്ഞിരുന്നെങ്കിലും സമീപത്തുള്ള വീടുകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ മറ്റാർക്കും അത് ഫീൽ ചെയ്യാത്തതുകൊണ്ട് അതിനെ കാര്യമായി മൈൻഡ് ചെയ്തില്ലായിരുന്നു. പക്ഷെ അത് തുടർന്ന് ഈ 2 മാസങ്ങൾക്കുള്ളിൽ ആ ദുർഗന്ധം വീണ്ടും വരികയും പല സമീപത്തുള്ള പല ആളുകൾക്കും അത് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പം ആ സമീപത്തുള്ള ജോഷി വെട്ടത്തുന്ന ഒരാള് കഴിഞ്ഞ ഈ ബുധനാഴ്ച പഞ്ചായത്തിൽ ഒരു പരാതി തന്നിരുന്നു. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്, അതുപോലെ ദുർഗന്ധം വരുന്നുണ്ട് എന്നുള്ളൊരു പരാതിയാണ് കിട്ടിയത്. അതനുസരിച്ച് പഞ്ചായത്തിൽ നിന്ന് ASന്റെയും HIയുടെയും നേതൃത്വത്തിലുള്ള സ്ക്വാഡും അതിൽ ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങൾ സമീപത്തുള്ള വീടുകളും സംശയമുള്ള സ്ഥലങ്ങളും ഒക്കെ ഞങ്ങളൊന്ന് പരിശോധന നടത്തി. പക്ഷെ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ലായിരുന്നു. അപ്പോൾ സെക്രട്ടറിയോടും കൂടെ സംസാരിച്ച് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നാളെ സംയുക്തമായ ഒരു പരിശോധന നടത്താമെന്ന രീതിയിലാണ് സ്ക്വാഡ് മടങ്ങിയത്. എന്നാൽ സമീപത്തുള്ള ജോഷി വെട്ടത്ത്, ബിജു മുണ്ടക്കല്, ഷിബു എന്നിവരുടെ നേതൃത്വത്തില് പ്രദേശത്തുള്ള സകല സ്ഥലങ്ങളും അരിച്ചു പെറുക്കിയതിന്റെ പശ്ചാത്തലത്തില് അതിന്റെ ഉറവിടം കണ്ടെത്താൻ അവർക്ക് സാധിച്ചു. അതായത് ഈ ദുർഗന്ധം വരുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 400 മീറ്റർ മാറി ഒരു പറമ്പിൽ ഏകദേശം ഒരു 6-7 മീറ്ററോളം നീളത്തില് മാലിന്യം ഇടുന്നതിനായി ഒരു പ്ലാന്റ് ഉണ്ട്. അപ്പൊ അത് പേരാവൂരിൽ നിന്നുള്ള ഒരു ടീമാണ് അതിൽ പന്നിയുടെ വേസ്റ്റും അറബ് മാലിന്യങ്ങളും ഒക്കെ അവിടെ നിക്ഷേപിക്കുന്നതാണ്. അപ്പൊ ഏകദേശം അതൊരു 1 വർഷത്തോളമായി അതവിടെ നിക്ഷേപിക്കുന്നുണ്ട്. വീട്ടുകാർക്ക് അവർ മാസത്തിൽ ഒരു പൈസ കൊടുക്കുന്നുണ്ട്. അപ്പം 2 മാസത്തോളമായിട്ട് ഇപ്പൊ അത് നിക്ഷേപിക്കുന്നില്ല എന്നാണ് ഉടമയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഏതായാലും അതിന്റെ സ്ലാബ്, അതിന്റെ മേൽഭാഗമെല്ലാം പൊട്ടി ഇതിന്റെ ദുർഗന്ധം പുറത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ മാലിന്യങ്ങൾ പുറത്തേക്ക് അമിതമായി തള്ളുന്നുണ്ട്. ആ തള്ളുന്ന മാലിന്യങ്ങൾ ആ പറമ്പ് മുഴുവൻ ഒലിച്ചിറങ്ങി ദൂരസ്ഥലത്തേക്ക് ഒഴുകി പോകുന്നുണ്ട്. അത് ഗുരുതരമായ ഒരു മാലിന്യ പ്രദേശമാണ് ആ സ്ഥലത്ത് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഒഴുകി ചെന്ന് കഴിഞ്ഞാൽ അത് തോട്ടിലേക്ക് ചെല്ലും. അത് കുറെ ദൂരം അങ്ങ് പോയാൽ നമ്മുടെ ബാവലിപ്പുഴയിൽ വരെ എത്താവുന്ന രീതിയിൽ പോകാവുന്ന ഒരു സ്ഥലമാണത്. അപ്പൊ ഈ വിവരം പഞ്ചായത്തെ അറിയിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെ ശക്തമായ നടപടി ഉടമയ്ക്കെതിരെ, ഇത് സംഭവിച്ച ആൾക്കാർക്കെതിരെയും ഉണ്ടാകും. അതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഹൈവിഷൻ ന്യൂസ് കേരളം.